കലാലോകത്ത് എന്നെ അറിയപ്പെടുന്നത് എമ്മൻ പിള്ള എന്നാണ്. എൻ പിള്ളയുടെ ആരെങ്കിലും അമ്മച്ചാണ്, ആരുമില്ല, എന്നെ കണ്ട കാര്യം ചെന്ന് പറഞ്ഞു കൊടുക്കല്ലേ. താൻ അവളെ സാരി ഉടുപ്പിക്കാൻ നടന്നാലുണ്ടല്ലോ, തന്റെ മോണ ഇടിച്ച് കിമോണയാക്കും. ഒരു മാനേജർ ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്! പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. മൂന്ന് പേര് റൂംമേറ്റ്സ്. മൂന്ന് പേര് കൂടെ റൂം എടുത്ത് പിന്നെ അത് ചെറിയൊരു ഹോസ്റ്റലായി മാറി. കാരണം രണ്ടിനകത്ത് അങ്ങനെ പോയി അങ്ങനെ അറുപാട് ചിരിക്കാൻ വേറൊരു സ്ഥലമില്ല. ഇവരിൽ ആരുടെ ഭാര്യയുടെ നീ കയറി പിടിച്ചത്? അയ്യോ, നീയൊക്കെ കാരണം മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് പുറത്തിറങ്ങാൻ വയ്യാണ്ടായാലോടാ. അത്ര കൂതറ സ്ഥലം, ഇവരെ നശിപ്പിച്ച സ്ഥലം. പിന്നെ ഞങ്ങളെല്ലാം അവിടെ കിടപ്പായി, അവിടെ കിടക്കും. തിങ്കളാഴ്ച ക്ലാസ് ഞായറാഴ്ച കിടക്കും, തിങ്കളാഴ്ച കിടക്കും, ചൊവ്വാഴ്ച കിടക്കും, ബുധനാഴ്ച കിടന്നിട്ട് പോകും. കോളേജിൽ പോകുന്നില്ല. പക്ഷേ ജപ്പാനിൽ ലോട്ടറി അടിച്ചാലുണ്ടല്ലോ, ഈ ജാതി തരികടന്ന് അവിടെ നടക്കില്ല. കടം മേടിച്ച് അവിടെ തിരികെ കൊടുക്കുക വേണ്ട. എന്റെ പൊന്നുണ്ണിച്ചാ, ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേക്ക്. വൈഫ് നേഴ്സായിട്ട് ഇതൊന്ന് തെളിയിക്കാൻ എന്താ വഴി? ഒരു വഴിയുണ്ട്. ഇവൻ മാനേജർക്കം, കുക്കുകം, കെയറർക്കം, ബൗൺസർക്കം. ഇങ്ങനെ ഉണ്ടാ ഭഗവാനെ ശിക്ഷ. എല്ലാരും ശ്രദ്ധയും ഇങ്ങോട്ടും തരുമോ പ്ലീസ്? ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒന്നും ഇങ്ങോട്ട് നോക്കുമോ? കുറച്ച് ഇമ്പോർട്ടന്റ് ആവണോ? ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിനെ ഏറ്റവും കൂടുതൽ, അതായത് ജ്യോതിഷ് എന്ന് പറഞ്ഞ വ്യക്തി 2010 ഞങ്ങൾ ഒരേ ഫ്ലൈറ്റിൽ വന്നിറങ്ങിയ ആൾക്കാരാണ്. ഞാൻ, ജോസേട്ടൻ, ജിസ്, ഫെലിക്സ്, ഇവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വന്ന ആൾക്കാരാണ്. അങ്ങോട്ട് ഇന്ന് 2025 തീരുന്ന സ്വപ്നം ഇന്നും അതേപോലെ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ജ്യോതിഷിന്റെ പരിപാടി വന്നു, ഞങ്ങളെല്ലാം വന്നു. പക്ഷെ ഒരു കാര്യം പറയാം, ഞാനും ഈ ജിസ്സും പറഞ്ഞ വ്യക്തികളും തമ്മിൽ കണ്ടിട്ട് 12 വർഷമായി. സ്റ്റിൽ വി ആർ ഇൻ UK. ബട്ട് അതാണ് പ്രശ്നം, നമ്മളെല്ലാ ബന്ധങ്ങൾക്കും വരുന്ന പ്രശ്നങ്ങളാക്കിയത്. കാണാൻ കയ്യിൽ പൈസ ഇല്ല, ഒരു പിടിവള്ളിയില്ലേ? ഇത് പറയണ്ടേ? ഒരാളുടെ മനസ്സ് വായിക്കാനൊന്നും പറ്റില്ല, കലാകാരന്മാരല്ലേ. ഇതാ പിടിച്ചേ, 5000 രൂപ കെട്ടിവെക്കാനുള്ള വള്ളി അല്ലെന്ന് പറഞ്ഞു. ഇതെല്ലായിടത്തും നടക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഒത്തിരി സ്നേഹം ഉണ്ടെങ്കിലും കാണാനും മീറ്റ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥ. അഖിൽ എന്ന് പറയുന്ന ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു എല്ലാവരും. അവരുടെ ബാക്കിൽ ഇരുന്ന് കുറച്ച് ഷെയ്യാണ്. അവന്റെ നാക്കിന് വെല്ലും ബ്രേക്ക് ഒന്നുമില്ലെന്നറിയാമല്ലോ. ഓക്കെ, സോ അപ്പൊ ഞങ്ങളുടെ ജ്യോതിഷിനോട് ഞങ്ങളുടെ കൂട്ടുകാരുടെ സ്ഥലത്ത് കോൾ ചെയ്യാൻ വേണ്ടി എന്ത് ഇതാണ് നമുക്ക് പറയാന്ന് അറിയില്ല. ബട്ട് കൺഗ്രാറ്റുലേഷൻ, അങ്ങനെ നീ യു ആർ അമേസിംഗ് ഫാദർ. ഓക്കെ, ഇതാണ് നമുക്ക് പറയാനുള്ളത്. ബട്ട് ഇതുപോലെ ഒരുപാട് ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. പക്ഷെ അത് കീപ്പ് ചെയ്യുക എന്നുള്ളതിന് എപ്പോഴും പറയും. കാരണം ഇതൊക്കെ ഉള്ളൂ UK-ല്, നമുക്ക് സൗഹൃദങ്ങളേ ഉള്ളൂ, വേറെ ആരും ഇല്ല. നമുക്ക് സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ, കുടുംബക്കാരോ ബന്ധക്കാരോ ആരുമില്ല, സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സൗഹൃദങ്ങളാണ് നമ്മളിവിടെ നിലനിർത്തുന്നത്. എന്റെ അമ്മ അവിടെ പെട്ട് കണ്ടിരിക്കുന്നത്. എന്റെ അമ്മ ഇപ്പൊ ഒന്നല്ലേ പിങ്ക് സാരി എടുത്ത് എന്റെ അമ്മ ഫാമിലി ഡോണ മൂവാറ്റുപുഴക്കാരി ഡോണ എവിടെ പോയി? ഇത് തീർന്നു, അതിന്റെ കാര്യം സംസാരിക്കുന്നത് മുങ്ങും. കൊച്ചിന്റെ കീറ്റിൽ പുറത്തേക്കരുത്, പിന്നെ അവളെ ഇങ്ങോട്ട് വരാതെ നോക്കണം. അഥവാ ആരെങ്കിലും വിളിച്ചാ ഇല്ലെന്ന് പറഞ്ഞേരെ. അവിടെ ബ്ലൂ ഡ്രസ് ഇട്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ സ്വാഗതം. അതുപോലെ തന്നെ ജ്യോതിഷിന് താങ്ക്സ് പറയുന്നു.
ഒരു അവസരം ഉണ്ടായല്ലോ, ഹോളി കമ്മ്യൂണി എന്ന് പറഞ്ഞ അവസരം ഉണ്ടായല്ലോ, അതുകൊണ്ട് വിളിച്ചു. അല്ല ഞങ്ങൾ വന്നു. അതിന് 12 വർഷം വന്നിട്ടുണ്ട്. സോ കൊച്ചുമോൾക്ക് ഹോളി കമ്മ്യൂണിന്റെ എല്ലാവിധ ആശംസകളും തരുന്നു. ഓക്കെ. സോ ഫെലിക്സിനെ എല്ലാവരും സുപരിചിതം തോന്നുന്നു. ആസ് എ വ്ളോഗർ അതുപോലെ ഒത്തിരി മനുഷ്യനാണ്. ഞാൻ ഫെലിക്സിന് മൈക്ക് കൊടുക്കുന്നു. ഞാനെത്തിരി എല്ലാ ആശംസകളും നേരുന്നു. എന്റെ പേര് ഫെലിക്സ്. ഇപ്പൊ അനിൽ പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഉണ്ണുണ്ണിയല്ലവൻ മണ്ണുണ്ണിയ, തലക്കകത്ത് മുഴുവൻ മണ്ണ. ഇവന്റെ ഭാര്യ ഡെയ്സി മിടിക്കുക. ഇത് കഴുത. തനിക്ക് ഇവനെ തന്നിട്ട് അവളെ ഞാൻ എടുത്തോളാം. വേണ്ട, എനിക്ക് അവളെ തന്നെ മതി. മിടുമിടുക്കുക. ഞങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഞങ്ങൾ വീണ്ടും റിനോവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പം അന്ന് വെറുതെ പാട്ടും പാടി വെള്ളം ഒഴിച്ച് നടന്നൊരു കാലം ഉണ്ടായിരുന്നു. ഒരു റൂമിനകത്ത് എല്ലാവരും കൂടി നിന്ന് പട്ടിണി ഇടുന്ന കാലം കേട്ടോ. സ്റ്റുഡൻറ് വിസയുടെ കാലമാണ്. ആർക്കും ഒന്നും പറയാനില്ലായിരുന്നു, ആരും ഒന്നും നേടിയിട്ടില്ലായിരുന്നു. ഇവിടെ വന്ന് ഇപ്പം ഈ 15 വർഷത്തിന് ശേഷം എന്തെങ്കിലുമൊക്കെ നേടി എന്ന് എല്ലാവർക്കും സ്വയം ബോധ്യപ്പെടുന്നൊരു കാലമാണിത്. പക്ഷെ അന്ന് ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഞങ്ങളുടെ പഴയ കൂട്ടുകാരൊക്കെ നഷ്ടപ്പെട്ടു. ഞങ്ങൾ 150 പേരായിരുന്നു. 150 പേര് ഒരു ഫ്ലൈറ്റിൽ സ്റ്റുഡൻറ് വിസ വന്ന കാലമാണ്. ലോറി ഡ്രൈവർ ആയിരുന്നു എന്റെ അച്ഛൻ. അച്ഛനൊരു ജീപ്പുകാരൻ കുത്തിക്കൊന്നു. അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. മൂത്ത പെങ്ങളെ ഒരു അപ്പം വിളിച്ചോണ്ട് പോയി. കൈ കുഞ്ഞിന് ഒരു ഡോക്ടർക്കും കൊടുത്തു. കാല് വയ്യാത്ത എന്റെ അരിയിലും ഞാനും കൂടിയാണ് പിന്നെ ജീവിച്ചത്. വീട്ടുപേര് ആകാശദൂതെന്നായിരിക്കും. ഇപ്പൊ ഈ കേൾക്കുന്ന സ്റ്റുഡൻറ് വിസ അല്ല. അന്നത്തെ കാലത്ത് ഇതിനു മുമ്പ് സ്റ്റുഡൻറ് വിസ ബാൻ ചെയ്യപ്പെട്ട കാലമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഭൂരിഭാഗം പേര് തിരിച്ചു പോകുന്നത്. കുറച്ച് പേര് മാത്രം നിന്നു. ഫോർച്ചുനേറ്റ്ലി ഞാനങ്ങനെ നിന്ന്. ഫോർച്ചുനേറ്റ് ഓർ അൺഫോർച്ചുനേറ്റ് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പം ഞങ്ങൾ വീണ്ടും എല്ലാവരും തിരിച്ചു പിടിക്കുവാണ്. മിക്കവാറും പേര് തിരിച്ചു വന്നു. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നു. അപ്പോൾ ഈ സന്തോഷം ഞങ്ങൾ ഇവിടുന്ന് ഒന്ന് പങ്കുവെക്കുന്നു എല്ലാവരുടെയും മുമ്പിൽ. പിന്നെ ഇതൊരു വ്ളോഗായിട്ട് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പറയുന്നത്. ഞങ്ങളെ കാണുന്ന ഞങ്ങളുടെ ബാക്കിയുള്ള കൂട്ടുകാരെ ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിത് ആഘോഷിക്കുന്നു. അനിലിൻ്റെ കുട്ടിയുടെ ഹോളി കമ്മ്യൂണിനാണ് ഞങ്ങൾ ഈ അവസരം. നമുക്ക് നമ്മുടെ മാനം രക്ഷിച്ചാ മതി. അപ്പൊ എനിക്ക് മാനമില്ലടാ ദുഷ്ട. സോറി ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ഫ്ലോയിൽ പറ്റുന്നത് ജോയിഷിന്റെ സോറി. ഹോളി കമ്മ്യൂണിനാണ്. എല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അപ്പം എല്ലാവർക്കും ആശംസകൾ. പാട്ട് പാടിക്കുന്നു. ഒരു മധുരക്കിനാവിൻ എന്ന് പറഞ്ഞ പാട്ട് ഒന്ന് ട്രാക്കഡാവും. ഇതിനകത്ത് എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ ഒരു ആക്റ്റീവായിട്ട് ഞങ്ങൾ കാര്യം ഞാൻ സ്റ്റേജിൽ കയറി മൈക്കെടുത്ത് അങ്ങോട്ട് പാട്ട് തുടങ്ങി. മഞ്ഞളുടഞ്ഞ മുത്തപ്പന്മാരെ അടിപൊളിയല്ലേ? ഞങ്ങളൊരു കുറച്ച് പേര് കേരള എന്നുള്ള കുറച്ച് ആൾക്കാര് ഭയങ്കര ആക്റ്റീവായിട്ട് ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോഴും. അതിനകത്ത് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഇപ്പോൾ ഇവിടെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ അവരിപ്പം വേറെ കൺട്രിയിലാണ്, ന്യൂസിലാൻഡ്. അതിനകത്ത് എക്സ്പെഷ്യലി അജീഷ്, നമ്മുടെ ഞങ്ങൾ ഡിജിത്ത്, പിന്നെ ആരെ കണ്ടാലും ടിക്ടോക്ക് ചെയ്യുന്ന ഒരു രഞ്ജു, പിന്നെ ഞങ്ങളെ എപ്പോഴും മംഗോളിയിൽ നിന്ന് വിളിക്കുന്ന ഞങ്ങളുടെ രബിൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. ഞങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോഴും ആക്റ്റീവായിട്ടുണ്ട്. അവരെ ഇപ്പൊ ഡ്യൂട്ടി ചെയ്യാൻ തോന്നുന്നു. ഇപ്പൊ ഗ്രൂപ്പ് കോളൊന്നും വിളിച്ചിട്ട് ആരെയും കിട്ടുന്നില്ല. പക്ഷെ എല്ലാവരും ഇടയ്ക്ക് വന്നിട്ട് കമന്റ് ഇട്ട് വന്നിട്ടുണ്ട്. ജോർലിന്റെ ഇടയ്ക്ക് വന്നിട്ട് പോയായിരുന്നു. പിന്നെ പിന്നെ എല്ലാവരും ഉണ്ട്. അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ് ഇതാക്കുന്നില്ല. ഒരുത്തനെ ഇങ്ങനെ പാടാൻ വേണ്ടി വിമിഷ്ടപ്പെട്ട് നിൽക്കുവാണ്. അല്ല, പാടാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഇവിടെ ഈ സദസ്സില് സൗഹൃദങ്ങളുടെ ഒരു വിലയാണ് പറയുന്നത്. കാരണം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞു, നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, നമുക്ക് ആരോഗ്യ സൗഹൃദങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഫാമിലീസിനും കൂടുതൽ സൗഹൃദങ്ങളാണ്. അപ്പൊ ഞങ്ങൾ 2010 ഒരേ ഫ്ലൈറ്റിൽ വന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഈ നിൽക്കുന്ന ആൾക്കാരാണ്, ഒരേ ഫ്ലൈറ്റിൽ വന്ന ആൾക്കാരാണ്. അപ്പോ അതിന്റെ ഒരു ഡീപ്നെസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു പ്രോഗ്രാമിൽ കൂടെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ഇപ്പൊ ഈ പാട്ടുകളൊക്കെ വരുന്നവരെ ശരിക്കും പട്ടിണി കടന്നിട്ടില്ലേ? ഉണ്ട്. പൈസ ഇല്ലാത്തല്ല, ബസ്സിനോട് ചോദിക്കുന്ന ഒന്നും ഉണ്ടാക്കുന്നില്ല. ചില സമയത്ത് നമ്മൾ ഈ ജോലിയിലാണ്. ഞാൻ പഠിച്ചതാണ്. ഞങ്ങൾ 150 പേര് വന്നതിൽ ഏറ്റവും അവസാനം ജോലി കിട്ടിയ 2 ആൾക്കാർ. അത് 1.5 വർഷത്തിന് ശേഷം ഒരു ജോലി 1.5 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് അന്നത്തെ കാലം ജോലി കിട്ടുന്നത്. അതുവരെ വന്ന നാട്ടിൽ നിന്ന് പൈസ ഒന്നും കൊണ്ടൊന്നുമില്ല. മറൊക്കെ പൈസ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അതൊക്കെ ഒരു കാലം. അതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ അന്നൊക്കെ എന്നെ വയസ്സുണ്ട്, 22-23 വയസ്സ്.
ആ ഒരു സമയത്താണ് ഇതെല്ലാം സംഭവിച്ചത്. ആ സമയത്ത് ഇവിടെ അന്തസ്സായിട്ട് UK പട്ടിണി കിടക്കാനും 5 ദിവസത്തിലെ പട്ടിണി കിടക്കാനും അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് അല്ലേ പറ്റി. അതോർത്ത് ഇപ്പൊ നല്ല രസം ജിസ് ആണെങ്കിലും നേഴ്സാണ്, എല്ലാവരും സെറ്റിൽഡാണ്. ഞാൻ ബിസിനസ് ചെയ്യുന്നു, ഫെലിക്സ് ആണ് നേഴ്സാണ്, എല്ലാവരും സെറ്റിൽഡാണ്. പക്ഷേ there is a story behind it. സോ ഇവിടെ ആരൊക്കെയാണ് ഇത്ര മുന്നോട്ട് വരുന്നത് എനിക്ക് അറിയില്ല. ഇവിടെ നടന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇറ്റ്സ് എ ബിഗ് ഇൻസ്പിറേഷൻ. ട്രൈ ഹാർഡ്, വർക്ക് ഹാർഡ്, ബി ഗുഡ്. ഞാനൊരു കാര്യം പറയട്ടെ, നേരം വെളുക്കാൻ ഇനിയും സമയമുണ്ട്. നിങ്ങൾ 2 കലാകാരന്മാര്, നിങ്ങൾ എന്തെങ്കിലും കോക്കാൻ പിച്ച് കാണീര്. നിങ്ങൾ എന്തറിഞ്ഞാ മാഷ ഈ സംസാരിക്കുന്നത്? അതെ, എന്തെങ്കിലും ചേർത്തോണ്ട് 7 വർഷം കേരള സർക്കാരിന്റെ വായിരിക്കണം മുഴുവൻ കേട്ട ഒരാളാണ് ഞാൻ. നിങ്ങൾ എന്തറിഞ്ഞോണ്ട് സംസാരിക്കുന്നത്? കലാകാരന്മാർ എന്തെങ്കിലും കാണിക്കാം, കാണാം. കലാകാരന്മാരെ കാണിക്കാൻ അത്ര ഇതുകൊണ്ട് നീ കാണിച്ചു വിടാ. കലാകാരന്മാരെ കാണിക്കാൻ എനിക്ക് താണൊന്നുമില്ല, സ്കൂളിൽ പണ്ട് നാടകമായിരുന്നു.